അതിരപ്പള്ളിയിലെ കാട്ടാന ശല്യത്തിൽ ചർച്ചയ്ക്ക് പോയ വനം മന്ത്രിക്ക് മുന്നിലും കാട്ടാന വന്ന വാർത്ത നമ്മൾ രാവിലെ കണ്ടു. ആന ചവിട്ടിക്കൊന്ന മോഹനന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്കെത്തിയപ്പോഴായിരുന്നു വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ വാഹനത്തിന് മുന്നിലേക്ക് ആന എത്തിയത്. ദൃശ്യങ്ങളാണ് കാണുന്നത്. ആരുടെ കാട്ടാനയാണ്? കാട്ടാനയുടെ മുമ്പിൽ മന്ത്രിയാണെങ്കിലും സാധാരണ മനുഷ്യനാണെങ്കിലും ഒന്നും തന്നെ ആനയ്ക്കതറിയില്ല. പക്ഷേ മന്ത്രി ഈ പ്രശ്ന പരിഹാരത്തിനായി മന്ത്രി അവിടേക്ക് എത്തുമ്പോൾ ആ പ്രശ്നം നേരിട്ട് അനുഭവിക്കാൻ മറ്റൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ പോലും മന്ത്രി നേരിട്ട് അനുഭവിക്കേണ്ടി വന്നൊരു ഗതികേട് കൂടി ഉണ്ടായി എന്നുള്ളതാണ്. ഫെൻസിംഗ് ഒരുക്കുന്നതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം മന്ത്രി ഉറപ്പു നൽകി. നാളെ മുതൽ രാത്രികാലങ്ങളിൽ ആനകളെ തുരത്തുന്ന ഡ്രൈവ് തുടങ്ങും. മരിച്ച മോഹനന്റെ കുടുംബത്തിന് ആദ്യഘട്ട ധനസഹായം കൈമാറി. രാവിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ചെന്നപ്പോഴാണ് ഒരു കാര്യം ബോധ്യപ്പെട്ടത്. യഥേഷ്ടം ആനയും വന്ന് അവരുടെ താമസ സ്ഥലം ഇതാക്കിയിട്ടുണ്ട്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ്? ശ്രീ സുനിൽ കുമാർ എന്ന് പറയുന്ന ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് ഈ മേഖലയിലുള്ള ഇതിനകത്ത് വരുന്ന സ്ഥിരമായി വന്ന് ഇവിടെ നിൽക്കുന്ന ആനകളെ ഉൾക്കാടുകളിലേക്ക് അയക്കാനുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് നാളെ രാവിലെ മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് അതിനുള്ള ആൾക്കാരെ മൊബിലൈസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. സോളാർ വേലികളും അല്ലെങ്കിൽ ഹാങ്ങിങ് ഫെൻസ്, വിവിധ പ്രോജക്റ്റുകൾ ഇതിന് സമാന്തരമായി തന്നെ അതുകൂടെ ഫോർട്ടിഫൈ ചെയ്യുന്ന, സ്ട്രെങ്തൻ ചെയ്തു പോകുന്ന ഒരു തീരുമാനത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആ ഫെൻസും വനത്തിൻ്റെ ആ ഗ്യാപ്പിൽ ഒരു 20 മീറ്റർ വിസ്റ്റാ ക്ലിയറൻസ് ഫെൻസ് തകർക്കാതിരിക്കാൻ അത് കുറച്ച് സഹായകരമാകും. മാത്രവുമല്ല ആന അപ്പുറത്ത് നിൽക്കുന്നെങ്കിൽ കാണാനുള്ള അവസരവും നമുക്കുണ്ടാകും. അതിരപ്പള്ളി മേഖലയിൽ കാട്ടാന ശല്യം എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ അതിരപ്പള്ളി പഞ്ചായത്ത് വാർഡ് മെമ്പറായിട്ടുള്ള അനീഷ് ചെന്താമര നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ അനീഷ്, നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന അതിരപ്പള്ളിയിൽ കാട്ടാന ഇറങ്ങി ആക്രമിച്ചു എന്നുള്ള വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആളുകൾക്ക്, പ്രദേശവാസികൾക്ക് ജീവൻ നഷ്ടമാകുന്നു എന്നുള്ള ദാരുണമായിട്ടുള്ള സംഭവം കാണുന്നു. ഇപ്പോൾ ഉന്നതതല യോഗമൊക്കെ ചേർന്ന് കഴിഞ്ഞ് ലഭിക്കുന്ന ഉറപ്പുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ മന്ത്രി വന്നതിന് ശേഷം കുറേ ഉറപ്പുകളൊക്കെ പറഞ്ഞു. മുൻപ് ഭരിച്ചിരുന്ന ആൾക്കാരുകൾ കുറേ ഓപ്ഷൻസ് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ടും ഓരോ വർഷങ്ങൾ കഴിഞ്ഞു പോകുകയല്ലാതെ ഇതൊന്നും പ്രാബല്യത്തിലാവണ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി മരിച്ചപ്പോഴും അന്ന് കളക്ടറടക്കം നേരിട്ട് വന്ന് കുറേ ഉറപ്പ് നൽകിയതാണ്. പക്ഷേ പരിഹാരങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല. എല്ലാവരും പറഞ്ഞു പോകാനായിട്ട് ഒരു ഉന്നതതല യോഗം കഴിയും, സഹായം കൊടുക്കും. അതിനുശേഷം പിന്നെ വേറെ ഒന്നുമില്ല. കുറച്ച് ദിവസം ഇതിൻ്റെയൊക്കെ ചൂട് പറ്റിക്കൊണ്ട് കുറേ ആൾക്കാരുകൾ അവിടെ ഇവിടെയൊക്കെ കിടന്ന് നടക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥ തന്നെയാവും. ഞങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ പറയാനുണ്ട്. ഇതുപോലെ പ്രതിരോധ സേന അതിരപ്പള്ളി പഞ്ചായത്തിൽ വെച്ചിട്ട് അതിനൊന്ന് ശമ്പളം കൊടുക്കാൻ പറ്റാതെ അത് നിലനിൽക്കുന്നില്ല. അതൊന്ന് നിലനിൽക്കുകയാണെങ്കിൽ കുറേ ആളുകൾക്ക് വഴിയിൽ എപ്പോൾ വിളിച്ചാലും അവരൊന്ന് ഓടിച്ചെല്ലുന്നുണ്ട്. നാട്ടുകാരാകുമ്പോൾ ഈ ഫോറസ്റ്റുകാർ പല സ്ഥലത്തു നിന്നുള്ള സ്റ്റാഫുകളാണ്. അവർക്ക് പഞ്ചായത്തിൻ്റെ മുക്കും മൂലയും അറിയില്ല. അവിടെ അറിയുന്ന ആളുകൾ മുഴുവൻ നാട്ടുകാരാണ്. ഈ നാട്ടുകാർക്ക് അത് പറയാനായിട്ട് സ്ഥലങ്ങൾ ഓടിച്ചെല്ലും. ഇപ്പോൾ വൈശ്ശേരി ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വെട്ടിപ്പുഴി ഇന്ന സ്ഥലത്ത് എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർക്ക് ഓടിയെത്താൻ പറ്റും. ആ നാട്ടുകാർക്ക് ഓടിയെത്താൻ പറ്റുമ്പോൾ ആനയെ ശ്രദ്ധിക്കാനും വഴികളൊക്കെ അറിയാൻ പറ്റും. അല്ലാതുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ വരുമ്പോൾ അവരവിടെ നോക്കി നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വെറുതെ പടക്കം പൊട്ടിച്ച് മാത്രം പോവുകയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾക്ക് കുറേ നിർദ്ദേശങ്ങളൊക്കെ മന്ത്രിയുടെ മുമ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. ഒരുപാട് നിർദ്ദേശങ്ങൾ. ഉറപ്പുകളിലൊന്നും നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയില്ല എന്നാണോ? അതെ, ഇതിനു മുമ്പും ഞാനടക്കം ഉൾപ്പെടുന്ന ഈ പെൺകുട്ടി മരിച്ച സമയത്ത് തൃശ്ശൂർ കളക്ടറേറ്റിൽ ഞങ്ങളടക്കം പോയിട്ട് അന്നും അതുപോലെ തന്നെ മന്ത്രിതല ചർച്ച ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അവസ്ഥയ്ക്കൊന്നും മാറ്റങ്ങളില്ലല്ലോ. അതിനുശേഷം 5 പേര് മരിച്ചു. അപ്പോൾ അത് പറയുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാവർക്കും ഒരു പ്രഹസനം. നാട്ടുകാരടക്കം ഞങ്ങളോട് ചോദിക്കുന്നത് ഇതൊക്കെ ഒരു പ്രഹസനമാണല്ലെന്ന് ഞങ്ങളോട് ചോദിച്ച് ഞങ്ങളെ മോശക്കാരാക്കുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ പോകുന്നത്. ഭരണകൂടത്തിൻ്റെ നിലവിലുള്ള അവസ്ഥകൾ മാറ്റിക്കൊണ്ട് പരിഹാരങ്ങൾക്ക് നൂതന സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകണം. അതല്ലാതെ ഇതിപ്പോൾ ഇന്നോ 2-3 ദിവസം ഈ ചർച്ചയും കാര്യങ്ങളും എല്ലാവരൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അതിനുശേഷം വേറെ ഒന്നും ഉണ്ടാവുന്ന പ്രതീക്ഷ നാട്ടുകാർക്കും ഇല്ല, ഞങ്ങൾക്കും ഇല്ല. നാളെ തന്നെ തുടങ്ങുകയാണ്. മന്ത്രി ഉറപ്പ് നൽകുകയാണ്. മനുഷ്യനും മനുഷ്യൻ്റെ സ്വത്തിനും ആണ് പ്രഥമ
പരിഗണന എന്നുള്ള ഉറപ്പ് മന്ത്രി നൽകുന്നുണ്ട്. നിങ്ങൾ കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ഇതൊന്നും ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ മന്ത്രി തലത്തിൽ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളൊന്നും അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകില്ല, അതിൽ നിങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാരായ നിങ്ങൾക്കാണല്ലോ അതിൽ കൂടുതൽ അറിയുക, നിങ്ങൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ ഉന്നതതല സമിതി യോഗത്തിൽ പങ്കുവച്ചത്? നമ്മുടെ പരിയാരം പഞ്ചായത്തിൻ്റെ അതിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റായി. ഈ ഫോറസ്റ്റിൻ്റെ അതിലൂടെ ആളുകൾക്ക് പണി. ഞങ്ങളടക്കം രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ ആദ്യം ഉണ്ടായിരുന്ന കാവൽക്കാരായിട്ട് കുറച്ച് പേരെ നിർത്തിയിരുന്നു. അവരതിലൂടെ നടക്കുകയും അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഫോറസ്റ്റിൻ്റെ വണ്ടി കിടക്കാറുണ്ട്. അപ്പോൾ വണ്ടികളായിട്ട് വരുന്നവർക്കും ഫാമിലിയായിട്ട് വരുന്നവർക്കൊക്കെ അത് വലിയൊരു ആശ്വാസമാണ് അവിടെ കാണുമ്പോൾ. കാരണം മൃഗങ്ങളില്ല എന്നുള്ള രീതിയിൽ ഈ മൃഗങ്ങളെ തേടിക്കൊണ്ട് ആളുകൾ പലരും ടൂറിസ്റ്റുകളടക്കം കാണാൻ വന്നിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇത് കാണുന്നത് ഹരമായിരിക്കാം. പക്ഷേ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോളം ജീവൻ മരണ പോരാട്ടത്തിലാണ് ഞങ്ങൾ ഓരോ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഇവരൊക്കെ അവിടെ നിന്നിരുന്ന സമയത്ത് അത് നിലനിർത്താനായിട്ട് പറ്റിയാൽ ഒരു പരിഹാരം ഒരുപാട് ആവും. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു മലയോര കനാൽ, ഇതൊരു ശാശ്വതമായ പരിഹാരമാണ് പറയുന്നത്. മലയോര കനാല് പെരിങ്ങൽ ഡാമിൽ നിന്ന് പിടിച്ചുകൊണ്ട്, ഇപ്പോൾ മലയോര റോഡ് വന്നാണ് മാതിരി പെരിങ്ങൽ ഡാമിൽ നിന്ന് കനാൽ വഴി വെള്ളം പിടിച്ചുകൊണ്ട് നമ്മുടെ പീച്ച് ഡാം അവിടെയും വരെ അതിൻ്റെ കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ മൃഗങ്ങൾ, ഈ മാനുകൾ റോഡുകൾ വട്ടം ചാടിക്കൊണ്ട് വീണിട്ടുള്ള അപകടങ്ങൾ നിരവധിയാണ്. ഒരുപാട് പേര് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ വെള്ളം പോയി കഴിഞ്ഞാൽ മാനുകളായാലും ഈ ആനകളായാലും വെള്ളം കുടിക്കാനാണ് കൂടുതൽ ഇറങ്ങുന്നത്, റോഡ് ക്രോസ് ചെയ്യുന്നത്. അവരതിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെള്ളം കുടിക്കുകയും നാട്ടിൽ കൃഷിക്കാർക്കും അതിൽ നീരുറവുണ്ടാവും, കിണറ്റിൽ നീരുറവുണ്ടാവും, ജനങ്ങൾക്ക് കുടിവെള്ളക്ഷാമം തീരും. അതുപോലെ തന്നെ ഈ ഫോറസ്റ്റിൻ്റെ ഓഫീസുകളും സ്റ്റാഫുകളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ ഫോറസ്റ്റിൻ്റെ അതിർത്തി, അതായത് ജനങ്ങൾ താമസിക്കുന്നതിൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള ജണ്ടകളുടെ അവിടെയോ അവരുടെ അതിർത്തികളിൽ താമസിക്കുകയാണെങ്കിൽ അവർക്ക് വരുന്ന ആളുകളെ കാണാനും പറ്റും, മൃഗങ്ങളെ കാണാൻ പറ്റും, സംരക്ഷിക്കാൻ പറ്റും. ഈ പറഞ്ഞ വിഷയങ്ങളിൽ പെട്ടെന്ന് ഇടപെടാൻ കഴിയും. അതുപോലെ തന്നെ ഈ വെള്ളിക്കുളങ്ങര മേഖലയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിരുന്ന അരേക്കാപ്പ് കോളനിയിലെ ആദിവാസികൾ, അവരെ മുഴുവൻ അവിടെ കൊണ്ടുവന്നിട്ട് അവർക്കിപ്പോൾ ജനജീവിതം ദുസ്സഹമാണ്. അവരെ ഈ തുമ്പൂർമൊഴി മേഖലയിലൊക്കെ വിന്യസിക്കുകയാണെങ്കിൽ അവർക്ക് മീൻ പിടിച്ച് ജീവിക്കുകയും മലയിൽ തന്നെ വിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യാം. ഇപ്പോൾ അവരെ വരെ പ്രഹസനാക്കി. ഇപ്പോൾ വന്നിരിക്കുന്ന ആൾക്കാരുകൾ അതിനൊക്കെ ഓരോ പരിഹാരം ഉണ്ടാക്കുമെന്നും പറഞ്ഞ് അവരെയും പറ്റിക്കുകയാണ്. അവരിവിടെ വരാണ്. അതുപോലെ തന്നെ തുമ്പൂർമൊഴിയിലും ജനവാസമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് എയ്ഡ് പോസ്റ്റുകൾ, ഫോറസ്റ്റിൻ്റെ എയ്ഡ് പോസ്റ്റുകളും ഫോറസ്റ്റുകാരൊക്കെ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളും താമസിക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരം ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഇതിനൊക്കെ പറയുന്നത് ഫോറസ്റ്റിന് ഫണ്ടില്ല എന്ന് പറയുന്നത്. ഫണ്ട് ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഈ ഫോറസ്റ്റിനുള്ളിൽ കിടക്കുന്ന ഒരുപാട് കാര്യം പറഞ്ഞു. ഈ നിർദ്ദേശങ്ങളിൽ നിന്ന് മുന്നോട്ട് വെച്ചപ്പോൾ മന്ത്രി എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് നൽകിയത്? അല്ല, ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ കേട്ടിട്ട് അതൊക്കെ പരിഹരിക്കാം എന്നാണ് പറഞ്ഞിട്ട് പോകുന്നത്. ഇത് എല്ലാ മന്ത്രിമാരും എല്ലാവരും പറഞ്ഞു പോണതാണല്ലോ. നമുക്ക് ആര് ഭരിച്ചാലും ആര് ഭരിച്ചില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താനായിട്ട് ഭരണകൂടം നിലവിൽ വന്നാൽ മതി എന്നാണ് ജനങ്ങൾ പറയുന്നത്. ജനങ്ങളുടെ അഭിപ്രായം കൂടിയാണ് ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത്. അതുപോലത്തെ ഈ റിസോർട്ടുകളും അതുപോലെ തന്നെയുള്ള കുറേ കെട്ടിടങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതൊക്കെ റിസോർട്ടാക്കിക്കൊണ്ടും പിള്ളപ്പാറ എന്ന് പറയുന്ന പ്ലാന്റേഷൻ വാലിയിൽ നിറയെ സ്ഥലങ്ങളാണ് കിടക്കുന്നത്. അവിടെയൊക്കെ കോട്ടേജുകളൊക്കെ പണിത് കഴിഞ്ഞാൽ അവിടെയൊക്കെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ആ മേഖലയിലൊക്കെ ആനശല്യം കുറയും. ഈ ആനകളൊക്കെ ഇപ്പോൾ പ്ലാന്റേഷനിൽ ഒരുപാട് സ്ഥലങ്ങൾ പൈനാപ്പിൾ തോട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ പൈനാപ്പിൾ തോട്ടത്തിൽ മുഴുവൻ നല്ല ഇറത്തിട്ടുകൊണ്ട് ഒരു ആന പോലും കിടക്കുന്നില്ല. ഇപ്പം അക്കരെ പ്ലാന്റേഷനിലുള്ള ഇപ്പോൾ MLA സനീഷ് കുമാർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സനീഷ് കുമാർ, അതായത് ഇപ്പം അതിരപ്പള്ളി പഞ്ചായത്ത് വാർഡ് മെമ്പറാണ് നമുക്കിപ്പോൾ തത്സമയം ഇരിക്കുന്നത്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള ഉന്നതതല സമിതി ചേർന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ പോലും പ്രതീക്ഷയില്ല എന്ന് തദ്ദേശ ഭരണ സ്ഥാപനത്തിലുള്ള ഒരു വാർഡ് മെമ്പർക്ക് പറയേണ്ടി വരികയാണ്. അതിൽ തന്നെ ചോദ്യം, എന്തുകൊണ്ടാണ് അങ്ങനെ? അവരെ നമ്മൾ പൂർണ്ണമായും കേട്ടില്ലേ? ഇപ്പോഴും അവർക്ക് പ്രതീക്ഷ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഇന്ന് മീറ്റിംഗിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടു. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. എല്ലാവരും വിശ്വാസം എടുത്തുകൊണ്ടാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യങ്ങളല്ല ഈ വന്യമൃഗ മനുഷ്യ സംഘർഷം. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുഭവിക്കുന്ന കാര്യമല്ലല്ലോ. ഇതിപ്പോ കുറെ കാലമായി അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആളുകൾ. നമ്മൾ ഒരു ദിവസം കൊണ്ട് പരിഹരിക്കേണ്ടതല്ല എന്നൊക്കെ അവരോട് പറയുമ്പോൾ ഉറ്റവരെ ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ട മനുഷ്യരാണ്. ഇപ്പോഴും ഓരോ ദിവസവും രാത്രി കടന്നുറങ്ങും പേടിച്ച് ഉറങ്ങേണ്ടി വരുന്നവരാണ്. അവരോട് അങ്ങനെ വളരെ നിസ്സാരവൽക്കരിച്ചോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് അതിനൊരു മറുപടി പറയാനാകും? നിസ്സാരവൽക്കരിച്ച് പറഞ്ഞല്ല, ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായ വിഷയങ്ങളല്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി ആനയുടെ സാന്നിധ്യവും പ്രശ്നങ്ങളും അവിടെ ഉണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ 14 കോടി രൂപയുടെ ഒരു പദ്ധതി ഞങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവന്നിരുന്നു. അത് പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ അതിനകത്ത് ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിച്ചുകൊണ്ട്
കൂടുതൽ പദ്ധതികളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങൾ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എല്ലാ പരിപാടികളും, മണ്ഡലത്തിലെ പരിപാടികൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി സ്ഥലം സന്ദർശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം വിളിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, IFS ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മാഫിയുമായിട്ട് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന ആനകളെ അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന നടപടി നാളെ ആരംഭിക്കുകയാണ്. അത്തരം നടപടികളുമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്ന എല്ലാ ആളുകളെയും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള അവിടുത്തെ പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ഗൗരവത്തോടു കൂടി കണ്ടതുകൊണ്ട് തന്നെയാണ് അത്തരം നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിരപ്പള്ളിയിൽ മാത്രം ഉള്ളൊരു കാര്യമല്ല. കേരളത്തിലെ മലയോര മേഖലകളിലെല്ലാം ഈ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട നടപടികളായിട്ട് പോകും. ഹലോ, കേൾക്കാം. ശരി, TJ സനീഷ് കുമാർ MLA ആണ് പ്രതികരിച്ചത്. അതിരപ്പള്ളിയിൽ മാത്രമല്ല എല്ലായിടത്തും പ്രശ്നമുണ്ട്, അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ, നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ അനീഷിലേക്കാണ്. ശ്രീ അനീഷ്, അതായത് നിലവിലിപ്പോൾ നാളെ മുതൽ രാത്രികളിൽ ആനകളെ തുരത്താനുള്ള ഡ്രൈവ് തുടങ്ങുന്നു എന്ന് പറയുന്നു. അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? ഒപ്പം തന്നെ നേരത്തെ ചില ആനകളുടെ പേര്, അതായത് 2-3 ആനകളെ പറ്റി, തുമ്പിക്കൈയില്ലാത്ത ആന, ചെവി കേൾക്കാത്ത ആന, അങ്ങനെ ചില ആനകളാണ് നിരന്തരം പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു മന്ത്രി. അങ്ങനെ നിരന്തരം അവിടെ ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആനകൾ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അത് നിരന്തരമായിട്ട് ശല്യം ഉണ്ടാക്കുന്ന ആനകളുണ്ട്. ഒരു പൊട്ടനാനയുണ്ട്, തുമ്പി കൈയില്ലാത്തതുണ്ട്. പിന്നെ ഇപ്പോൾ 3 പേരെ ആക്രമിച്ചു, ഒരാളെ കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു ആനയുണ്ട്. ആ ആനയെ കണ്ടെത്തിക്കൊണ്ട് അവിടെ നിന്ന് മാറ്റണമെന്നാണ് അന്ന് ഹർത്താൽ ആചരിക്കുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടത്. ഇത്രയും ആനകളെ മാറ്റാനായിട്ട് ആക്രമണകാരികളാവുന്ന ആനകളെ വെടിവെക്കാനായിട്ട് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിവെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് തോക്ക് കൊടുക്കും, വെടിവെക്കാൻ പാടില്ല എന്നുള്ള കോമഡി പറയുന്ന രീതിയിൽ ചെയ്യരുത്. ഏറ്റവും കൂടുതൽ അപകടകാരിയാണ്. ഒരു പ്രാവശ്യം ഒരു ബുള്ളറ്റ് ഇട്ട് അടിച്ചതിന് ശേഷം ആ ആന ഭാഗത്തേക്ക് വന്നിട്ടില്ല. ആനകളെ സംരക്ഷിക്കാനായിട്ട് ഫോറസ്റ്റ് തയ്യാറാവണമെങ്കിൽ, മൃഗങ്ങളെ സംരക്ഷിക്കാൻ അവരവരുടെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. ഈ ആനകളെ പിടിച്ചു മാറ്റിയാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ തീരും. 3-4 ആനകൾ സ്ഥിരമായിട്ട് ശല്യമുണ്ട്. ഈ ആനകളെ മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന എന്തൊക്കെ സഹകരണങ്ങളുണ്ടോ, നാട്ടുകാർ സഹകരിക്കാൻ തയ്യാറാണ്. ഞങ്ങളൊരു കാലഘട്ടത്തിൽ രാത്രി 10 മണി, 11 മണി, 12 മണി വരെയൊക്കെ ഞങ്ങളും ഈ ആനക്കാവലിൻ്റെ കൂടെയും ഫോറസ്റ്റുകാരോട് സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ രാത്രിയൊക്കെ കാവൽ നിന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ സുരക്ഷിതരാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നിലനിൽക്കാണ്ടായപ്പോഴാണ് ബുദ്ധിമുട്ട് വന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തത്. ഞങ്ങളിതിൻ്റെ കൂടെ നിൽക്കാനും ഇവരുടെ കൂടെ ഉദ്യോഗസ്ഥരുടെ കൂടെ നിന്ന് എന്ത് കാര്യത്തിനും, ഇപ്പോൾ കാട്ടിൽ തീ വന്നാലും നാട്ടുകാർ പോകാറുണ്ട്, ഇങ്ങനെ അപകടങ്ങൾ വന്നാലും നാട്ടിലൊരു ആവശ്യങ്ങൾ വന്നാലും എല്ലാവരും പോകും. അപ്പോൾ ഇത് സഹകരിക്കാൻ ഞങ്ങളും തയ്യാറാണ്. ഫോറസ്റ്റ് എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ സ്വാഗതാർഹമാണ്. പക്ഷെ അത് നിലനിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതല്ലാതെ പറഞ്ഞു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ ചെയ്യുന്നത് ശരിയല്ല. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഒരു ഇതിൻ്റെ കോർഡിനേറ്റർ സ്ഥലങ്ങളിൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ലേഡി സ്റ്റാഫുകളൊക്കെ വെക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. പുരുഷന്മാർക്ക് തന്നെ ഓടി രക്ഷപ്പെടാൻ പറ്റണില്ല. ആ സമയത്ത് ലേഡി സ്റ്റാഫുകളൊക്കെ ആന ഓടിക്കാൻ വെച്ചുകൊണ്ട് എന്ത് ഗുണമുണ്ട്? അതിൽ നിന്നൊക്കെ ഫോറസ്റ്റ് മാറ്റണം. അത്യാവശ്യം ഊർജ്ജസ്വലരായ ആൾക്കാരുകളും എന്തിനും നേരിടാനുള്ള കഴിവുള്ള RRT അംഗങ്ങളെ ഇറക്കിയാൽ മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ വിധ എല്ലാ സഹകരണങ്ങളും ഈ ഭാഗത്തുണ്ടാവും. നാട്ടുകാരെന്നല്ല, പഞ്ചായത്തായാലും ഏത് മേഖലയിലുള്ളതായിരിക്കും ഇതിനോട് ബന്ധപ്പെട്ട ആനയൊക്കെ ആയിട്ട് കൃഷിയിടങ്ങളിലൊക്കെ മല്ലടിക്കുന്ന കുറേ ആളുകൾ, പരിചയസമ്പന്നരുള്ളവർ, അവരെല്ലാം സഹകരിക്കാൻ തയ്യാറാണ്. നടന്നു പോയാൽ ഭംഗിയായിട്ട് ഊർജ്ജസ്വലരായിട്ടുള്ള സ്ത്രീകളും ഉണ്ടാകും. എന്തായാലും മറ്റങ്ങ് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയും സ്വാഭാവികമായിട്ടും പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. അതൊക്കെയും പരിഹരിച്ച് തന്നെ അതിൽ പരിഹാരം ഉണ്ടാകേണ്ടതുമാണ്. അവർ കുറേ കാര്യങ്ങൾ ഉറപ്പിനെ പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എല്ലാ തവണയും ഉറപ്പുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അത് പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൽ വിശ്വാസമില്ല എന്നൊരു പ്രതികരണം നടത്തേണ്ടി വരുന്നത്.